അതിന്റെ ബേസിലാണ് നടപടിയും ഉണ്ടായത്. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇപ്പോൾ ഈ MR അജിത് കുമാറിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. അതൊന്നല്ല, ഒന്നിലധികം കാരണങ്ങൾ പോലും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ കാര്യം. ഇത് വേറെ ആരും പറയുന്നതല്ല, PV അൻവർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ് MR അജിത് കുമാർ എന്ന്. പിന്നെ അത് ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും? ഈ വിഷയത്തിലെ ഏറ്റവും വലിയ വിഷയം ഈ ഭരണകക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഒരു സഹയാത്രികനായ MLA ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആരോപണമാണ്, അത് അന്വേഷണം നടത്തി തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വലിയ തോതിൽ തർക്കിക്കാനൊന്നും സാധ്യമല്ല. പക്ഷേ ഈ ആരോപണം ആരാ ഉന്നയിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ ഒരു പ്രതിപക്ഷ കക്ഷിയോ അല്ലെങ്കിൽ പത്രമാധ്യമോ ഒക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ ആരോപണം ഉന്നയിക്കുന്നത് ഭരണകക്ഷി MLA ആണ്. ഇപ്പം അജിത് കുമാറിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട്, അദ്ദേഹം ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചില ആളുകളെ കാണാതായിട്ടുണ്ട്, അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ അദ്ദേഹത്തിന് ദാവൂദ് ഇബ്രാഹിമുമായി താരതമ്യം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭരണകക്ഷി MLA ആണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു ആശങ്ക ഈ സംസ്ഥാനത്തിലെ പോലീസ് സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ DGPയേക്കാൾ ശക്തനാണ് എന്ന് എല്ലാവർക്കും ഏതാണ്ട് ബോധ്യം വന്നിട്ടുള്ള ഈ ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP, ഇദ്ദേഹമാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ളത്. ഇതൊരു ആശങ്കയാണ്. ഇതാണോ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ അവസ്ഥ എന്ന ആശങ്ക ഇവിടുത്തെ സാധാരണക്കാരിൽ. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ PV അൻവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ എടവണ്ണ കൊലക്കേസിനെ ഈ പോലീസിലെ പുഴുക്കുത്തുകളുമായി ബന്ധിപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് അത്രയും സമയം അത് കേട്ടുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് പോലീസ് എങ്ങനെയാണ് ഈ റിദാൻ ബാസിലിനെ, ആ യുവാവിന്റെ കൂട്ടുകാരൻ തന്നെയാണ് കൊലപാതകത്തിന് കാരണം എന്ന് സമർത്ഥിച്ചത് എന്ന് പോലീസ് അത് ആ രീതിയിൽ വരുത്തി തീർക്കുകയായിരുന്നു. ഷാൻ എന്നയാളാണ് കൊന്നത്, അത് റിദാൻ ബാസിലിന്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അത് പോലീസ് അതിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സംഘത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് ഈ കേസ് ഇങ്ങനെ വഴിതിരിച്ചു വിട്ടത് എന്ന് ഒരു MLA തന്നെ, ഭരണപക്ഷ MLA തന്നെ കൃത്യമായിട്ട് പറയുകയാണ്. അത് മാത്രമല്ല, അതിനുള്ള തെളിവുകൾ ഹാജരാക്കുവാനും മൊഴി നൽകുവാനും താൻ തയ്യാറാണെന്ന് ആ MLA പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ MLA വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കെല്ലാം മനസ്സിലാകുമല്ലോ. പാർട്ടി ഒരു പരിശോധനയും നടത്തുകയില്ല, സർക്കാർ നടത്തുന്ന ഈ അന്വേഷണത്തിൽ ആ MLAക്ക് വിശ്വാസമില്ല എന്നത് തന്നെയല്ലേ? അവിടെയാണ് ഇതിന്റെ പ്രശ്നം. സംസ്ഥാനത്തെ സംവിധാനങ്ങളിൽ ഭരണപക്ഷത്തെ MLAക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ ഭരണപക്ഷത്തെ MLA ഒരു പരാതി എഴുതി കൊടുത്താൽ പോലീസ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന പരാതിയുണ്ട്. മാത്രവുമല്ല, കോഴിക്കോട് ജില്ലയിലെ മുക്കം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ, അരീക്കാട്, എടവണ്ണ, നിലമ്പൂര്, ഇതൊക്കെ ഏതാണ്ട് ഒരു എന്താ പറയുക, ഒരു റേഞ്ചിൽപ്പെട്ട സ്ഥലങ്ങളാണ്, ഒരു മേഖലയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഇവിടെ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണത്തിന്റെ പേരിലുള്ള തട്ടിക്കൊണ്ടുപോകൽ, ഹവാല ഡീലിങ്സ്, അതിന്റെ പേരിലുള്ള തട്ടിക്കൊണ്ടുപോകൽ, ആളുകളെ കാണാതാവൽ, ഇതൊക്കെ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഇപ്പോ അതിന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പങ്കുണ്ട് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയുടെ പ്രശ്നം? മാത്രമല്ല, SP സുജിത് ദാസിനെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ ഒരു ASIയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പരാതി വന്നിട്ടുണ്ട്. ആ ASI ശ്രീകുമാർ ആത്മഹത്യ ചെയ്തത് ഈ സുജിത് ദാസിന്റെ നിരന്തരമായ മാനസികമായ പീഡനം കാരണമാണ് എന്നാണ് ആരോപണം. കുടുംബം ആരോപിക്കുന്നതാണ്. മാത്രമല്ല, ആത്മഹത്യാ കുറിപ്പ് പോലീസ് അതെന്താക്കിയെന്ന് ആർക്കും അറിയില്ല. ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിലൊരു ആത്മഹത്യാ കുറിപ്പുണ്ടെങ്കിൽ ഒന്നുകിൽ പോലീസ് അത് ബന്ദോബസ്തിലെടുത്ത് അത് ഭദ്രമായി സൂക്ഷിക്കണം, അതല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കണം. ഇത് രണ്ടും അവിടെ ചെയ്തിട്ടില്ല, അത് കാണാനില്ല എന്നാ കേൾക്കുന്ന. ഡയറികൾ വരെ എടുത്തോണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് വരെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിച്ച ആളാണ് ഈ സുജിത് ദാസ് എന്നാണ് ആരോപണം. ഇപ്പൊ ഇങ്ങനെയാണോ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് പ്രവർത്തിക്കേണ്ടത്? ഇതാണോ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ അവസ്ഥ?
ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൻ എങ്ങനെ സുരക്ഷിതമായി ജീവിക്കും, അല്ലെങ്കിൽ സുരക്ഷിത ബോധമുണ്ടാവും? നാളെ ഒരു വിഷയം വന്നാൽ മലപ്പുറം ജില്ലയിലോ അതല്ലെങ്കിൽ ADGP ഈ അമ്മാർ അജിത് കുമാറാണല്ലോ ക്രമസമാധാന ചുമതല, അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തോ ഒരു പരാതിയുമായി സാധാരണക്കാരൻ എങ്ങനെ പോകും? ആ ചോദ്യം തന്നെയാണ് പി വി അൻവർ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പാർട്ടിയുടെ വിശദീകരണം വന്നതിന് ശേഷവും അൻവർ പറയുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കള്ളക്കളികൾ നടക്കുന്നുണ്ട്, അതിൽ പോലീസിലെ ഒരു